ജി സുധാകരനെ വെല്ലുവിളിച്ച് ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ. സ്വത്ത് വകകൾ സുതാര്യമാക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദ്യം. സ്വത്തുക്കൾ സുതാര്യമാണെങ്കിൽ NRI ഉൾപ്പെടെയുള്ള മുഴുവൻ ബാങ്ക് രേഖകളും ഹാജരാക്കാൻ തയ്യാറുണ്ടോ എന്നും സുരേഷ് കുമാർ വെല്ലുവിളിച്ചു. ഭാര്യയുടെ പേരുള്ള അക്കൗണ്ടിൽ നിന്നും 50 ലക്ഷം മാറ്റിയെന്നും ഇത് നോമിനേഷനിൽ പണം കുറച്ച് കാണിക്കാനാണെന്നും ആരോപണം. നാമനിർദ്ദേശ പത്രികയിൽ സുധാകരൻ നൽകിയ സ്വത്തുവകകൾ വ്യാജമാണെന്ന പരാതിയുമായി സുരേഷ് കുമാർ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, സുരേഷ് കുമാർ നൽകിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് എന്തൊക്കെയാണ്? സരിക, ഏതായാലും ഈ എസ് സുരേഷ് കുമാർ ആലപ്പുഴ ജില്ലാ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റാണ്. ഇദ്ദേഹമാണ് മുൻപ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ജി സുധാകരൻ ചട്ടലംഘനം നടത്തി എന്ന രീതിയിൽ പരാതി നൽകിയിരുന്നത്. അതായത് നാമനിർദ്ദേശം നൽകുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ജി സുധാകരന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം ഇവരുടെ മകന്റെയും മരുമകളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റി എന്നായിരുന്നു ആരോപണം വന്നിരുന്നത്. ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് ഇപ്പോൾ ജി സുധാകരൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില വിശദീകരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ ആ വിശദീകരണങ്ങൾ തൃപ്തമല്ല എന്നും താൻ നൽകിയ പരാതിക്ക് ഉചിതമായിട്ടുള്ള മറുപടി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും 50 ലക്ഷം മാറ്റി എന്തിനു വേണ്ടിയാണ് എന്ന് ജി സുധാകരൻ വ്യക്തമാക്കണമെന്നും നോമിനേഷനിൽ പണം കുറച്ച് കാണിക്കാൻ വേണ്ടിയായിരുന്നില്ലേ ഈ നീക്കമെന്നുമായിരുന്നു എസ് സുരേഷ് കുമാറിന്റെ ചോദ്യം. അഫിഡവിറ്റിൽ മകന്റെ സ്വത്തുക്കൾ മറച്ചുവെച്ചത് തെറ്റല്ലേ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിന് ശക്തമായിട്ടുള്ളൊരു മറുപടിയാണ് അല്പസമയം മുൻപ് ജി സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നൽകിയിരുന്നത്. ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ ജി സുധാകരൻ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ താൻ ഇത്തരത്തിൽ പണം മാറ്റുവാൻ വേണ്ടി ഇന്ത്യയിലുള്ള ഏതൊരു പൗരനെ പോലെ തനിക്കും അവകാശമുണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തന്റെയും ഭാര്യയുടെയും ഏറെക്കാലത്തെ സമ്പാദ്യമാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഏറെക്കാലം മന്ത്രിയും MLA-യുമായിരുന്ന ഒരാളാണ് താൻ. ആ വകയ്ക്ക് തനിക്ക് ലഭിക്കുന്ന പെൻഷൻ പണമുണ്ട്. ആ സമയങ്ങളിൽ താൻ കൈപ്പറ്റിയിരുന്ന ശമ്പളത്തിന്റെ ബാക്കി കുടിശ്ശിക അക്കൗണ്ടിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അതിനു പുറമെ തന്നെ തന്റെ ഭാര്യ കോളേജിലെ ടീച്ചറായിരുന്നു. അങ്ങനെ ഭാര്യയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം, പെൻഷൻ ഇതെല്ലാമാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അതാണ് താൻ മകന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അതിൽ എന്ത് തെറ്റാണുള്ളതെന്നും ജി സുധാകരൻ അല്പസമയം മുൻപ് ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചിരുന്നു. സരിക.